ഗുഡ് മോർണിംഗ്. ഈ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം. ഈ രാവിലെ സമയം ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം 10-12 വാക്യങ്ങൾ വായിക്കട്ടെ. ഈ ദാസിയെയും മകനെയും പുറത്താക്കി കളക. ഈ ദാസിയുടെ മകൻ എൻ്റെ മകൻ ഇസ്ഹാക്കിനോടുകൂടെ അവകാശിയാകരുത് എന്ന് പറഞ്ഞു. എന്നാൽ ദൈവം അബ്രാമിനോട്, ബാലൻ്റെ നിമിത്തവും ദാസിയുടെ നിമിത്തവും നിനക്ക് അനിഷ്ടം തോന്നരുത്. സാറ നിന്നോട് പറഞ്ഞതിലൊക്കെയും അവളുടെ വാക്ക് കേൾക്കുക. ഇസഹാക്കിൽ നിന്നുള്ളവരല്ലോ നിന്റെ സാക്ഷാൽ സന്തതി എന്ന് വിളിക്കപ്പെടുന്നത്. ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. അബ്രഹാമിന് സാറയിൽ ഒരു വാഗ്ദത്ത സന്തതിയെ ലഭിക്കുന്ന ആ സമയത്ത് അതിൻ്റെ 8 വാക്യത്തിൽ പറയുന്നത്, ഇസഹാക്കിൻ്റെ മുലകുടി മാറിയ നാളിൽ അബ്രഹാം ഒരു വലിയ വിരുന്ന് കഴിച്ചു. ആ സമയത്ത് തൻ്റെ ദാസിയെയും ദാസിയിലുണ്ടായ മകൻ ഇസ്മായേലിനെയും പുറത്താക്കി കളയുവാനായിട്ട് സാറ അബ്രഹാമിനോട് ആലോചന പറയുന്നു. മാനുഷികമായ രീതിയിൽ ചിന്തിച്ചാൽ വളരെ അനീതിയായിട്ട്, അന്യായമായിട്ട് സാറ എടുത്ത ഒരു തീരുമാനമായിട്ട് നമുക്കിതിനെ കാണാം. ആ അനീതിക്കും അന്യായത്തിനും അബ്രഹാം കൂട്ടുനിൽക്കുന്നതായും തുടർന്നുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം. 14 വാക്യത്തിൽ പറയുമ്പോൾ, അബ്രഹാം ഒരു തുരുത്തി വെള്ളവും അപ്പവും എടുത്ത് ആ ഹാഗാറിൻ്റെ തോളിൽ വെച്ചിട്ട് അവളെ പുറത്തേക്ക് വിട്ടുകളയുന്നു. പിന്നീട് നാം വായിക്കുന്നത്, അവൾ ആ ബർശേബ മരുഭൂമിയിൽ ഉഴന്നു നടക്കുന്നു. ന്യായമായി മാനുഷികമായ കണ്ണുകൊണ്ട് നാം ചിന്തിക്കുമ്പോൾ വളരെ വളരെ ഒരു അനീതി അബ്രഹാം ചെയ്തുവെന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ഗലാത്യ ലേഖനത്തിൽ ഇതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് 24 അധ്യായം 23 വാക്യത്തിൽ, ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകനോ വാഗ്ദത്തത്താലും ജനിച്ചിരുന്നു. അതുകൊണ്ട് താഴോട്ട് വായിക്കുമ്പോൾ അതിൻ്റെ 30 വാക്യത്തിൽ, ദാസിയെയും മകനെയും പുറത്താക്കി കളയുക. ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോടുകൂടെ അവകാശിയാകുകയില്ല. അങ്ങനെ സഹോദരന്മാരെ, നാം ഇനി ദാസിയുടെ മക്കളല്ല, സ്വതന്ത്രയുടെ മക്കളല്ല അത്രേ. പുതിയ നിയമ വിശ്വാസികളെക്കുറിച്ചുള്ളതിനെ താരതമ്യം ചെയ്ത് പൗലോസ് അപ്പോസ്തലൻ സാറായുടെ മകനായ ഇസഹാക്കിനെ വാഗ്ദത്ത സന്തതിയായി കർത്താവിൻ്റെ മക്കളായി തീർന്ന വിശ്വാസികളെ ഉദ്ദേശിച്ചുള്ളതും, ഹാഗാറിൻ്റേത് അടിമത്തത്തിൽ പാപത്തിൽ ജീവിക്കുന്ന മാനവജാതിയെ ഉദ്ദേശിച്ചും പറയുന്നതായി നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. നമുക്ക് ഇത് ഉൾക്കൊള്ളുവാൻ പലപ്പോഴും പ്രയാസം തോന്നിയെങ്കിലും 89 സങ്കീർത്തനം അതിൻ്റെ 14 വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, നീതിയും ന്യായവും നിൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാകുന്നു. ആ നീതിയും ന്യായവും അടിസ്ഥാനപ്പെടുത്തിയല്ലാതെ ദൈവം ഒന്നും ചെയ്യുകയല്ല. അതുപോലെ തിമോഥെയോസിൻ്റെ ലേഖനം നാം വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം എന്നേക്കും നിലനിൽക്കുന്നു. ദൈവം തൻ്റെ സ്വഭാവത്തിന് ഒരിക്കലും വ്യത്യാസം വരുത്തുകയില്ല. ദൈവം ചെയ്യുന്നതൊക്കെയും നീതിയും ന്യായവുമാണ്. മാനുഷികമായ ദൃഷ്ടിയിലും മാനുഷികമായ ചിന്താഗതിയിലും നമുക്കത് ഉൾക്കൊള്ളുവാനും അംഗീകരിക്കുവാനും മനസ്സിലാക്കുവാനും വളരെ ബുദ്ധിമുട്ടുള്ളതായി തോന്നിയാലും, ആത്യന്തികമായിട്ട് ദൈവം ചെയ്യുന്നതൊക്കെയും നീതിയും ന്യായവുമാണെന്ന് നാം ഉറയ്ക്കുമ്പോൾ അതിൻ്റെ അനന്തരഫലങ്ങൾ ഇന്നും നാം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അബ്രഹാമിൻ്റെ സന്തതിയും ഹാഗാറിൻ്റെ സന്തതിയും തമ്മിലുള്ള യുദ്ധപരമ്പരകൾ, ദൈവം എങ്ങനെ അബ്രഹാമിൻ്റെ സന്തതിയെ പരിപാലിക്കുന്നു എന്നുള്ളത്, ഇതൊക്കെ നമ്മുടെ കണ്ണിന് മുൻപിൽ ദൈവം വരച്ചു കാട്ടിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് നാം പൂർണ്ണമായും കീഴ്പ്പെടുക. നമ്മുടെ മാനുഷികമായ ദൃഷ്ടിയിൽ അത് നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ലെങ്കിലും ദൈവത്തെ പൂർണ്ണമായും വിശ്വസിക്കുക. ഇതിനോട് ബന്ധിച്ച് യെശയ്യാപ്രവചനം 50 അധ്യായത്തിലെ ഒരു വാക്യം നമുക്ക് വായിക്കാം. പലപ്പോഴും നമുക്ക് ദൈവം പറയുന്നത് ഉൾക്കൊള്ളുവാൻ കഴിയാതെ വരുമ്പോൾ 50 അധ്യായത്തിൻ്റെ 10 വാക്യത്തിൽ വായിക്കുമ്പോൾ, തനിക്ക് പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നാലും അവൻ യഹോവയുടെ നാമത്തിൽ ആശ്രയിച്ച് തൻ്റെ ദൈവത്തിന്മേൽ ചാരിക്കൊള്ളട്ടെ. ദൈവം നീതിമാനും വിശ്വസ്തനുമായ ദൈവമായിരിക്കൊണ്ട്
അവൻ്റെ വചനത്തിലൂടെ അവൻ്റെ ആലോചന നാം കേൾക്കുന്നുവെങ്കിൽ അതിൽ ചാരി ആ വാഗ്ദത്തത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുവാൻ നമുക്കിടയായാൽ നമ്മുടെ ജീവിതം ധന്യമായി തീരും. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.